ചെറിയ 3 വയസ്സായി, പക്ഷെ ഞാൻ നിൽക്കൂല. ആളുടെ ഒറിജിനൽ ട്രാൻസ്ഫറാണ്. അടുത്തില്ലാന്നുണ്ടെങ്കിൽ സമാധാനം പറയുന്ന വളരെ കുറച്ച് കാര്യമായിട്ടുള്ള അടുത്ത ഫിറോസ് ഫിറോസ് 2 പേരേ ഉള്ളു, ബാക്കി കൊണ്ടുവന്നില്ല. എല്ലാരും പരിചയപ്പെടുത്താണ്. സുന്ദരിയായ ഭാര്യ, എൻ്റെ ഒരു ബന്ധു കൂടിയാണ്, അമ്മായിയുടെ അനിയത്തി. രണ്ടുപേര് ഫാദിൽ 6ാം ക്ലാസ്സില്, ഫവാസ് 4ാം ക്ലാസ്സില്. വിട്ടിട്ട് കോളേജിന്റെ കാര്യങ്ങൾ പറയുമ്പോഴേ ഒരു കൊല്ലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവിടെ ആദ്യം കാണുന്നത് ജയശ്രീ മാനുവിനെ. ബസ്സിലിരിക്കുമ്പോഴായിരുന്നു പുള്ളിക്കാരി കയറി പോണുണ്ട്. ഞാൻ കുറെ ഒച്ച ഉണ്ടാക്കി, പുള്ളിക്കാരി കേട്ടില്ല. പിന്നെ ബോംബെ പോയിരിക്കണം ഒരു കൊല്ലം, പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നു. ബോംബെയില് കാണുന്നത് ഹമീദിനെ വഴി വെച്ച് കാണുന്നു, ജീജിനെ കാണുന്നു, ലെക്ചറെ കാണുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലൊരു നാട്ടിലൊന്നും നിൽക്കാൻ പാടില്ല. ആദ്യം കോളേജ് കഴിഞ്ഞ് ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഗൾഫിൽ കയറിപ്പോ ഇപ്പോഴത്തെ പ്രായത്തിലല്ല അന്നത്തെ. അപ്പൊ നമ്മൾ വന്ന് ഗൾഫിൽ കയറിപ്പോണ്. സൗദിയിൽ പോയി 3 കൊല്ലം. 3 കൊല്ലത്തിൽ ഒരു നല്ല കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ, നല്ല കാര്യമല്ല, ഒരു പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 3 കൊല്ലമായിട്ട് ഒരു പെണ്ണായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഒരാളായിട്ട് സംസാരിച്ചത് വീണം കളിച്ച് വീണപ്പോഴേ ഒരു ഫിലിപ്പിനെ പെണ്ണ് ബാൻഡേജ് ഇട്ടത്. അപ്പൊ ആ ഫ്രസ്ട്രേഷനൊക്കെ കൊണ്ടാണ് തിരിച്ചു വന്നത്. കുറഞ്ഞ മുമ്പ് കല്യാണം കഴിഞ്ഞു. അങ്ങനെ സൗദിയിലത്തെ ചിലർ പോയിട്ടുണ്ടാവും ഇവിടുന്ന് വേണമെങ്കിൽ. സൗദി വിട്ട, സൗദി ഇസ്ലാമിക് കൺട്രി, ഭയങ്കര. അപ്പൊ നമ്മള് വരുന്നത് അബുദാബി എയർപോർട്ട് വഴിയാണ്. അപ്പൊ സൗദിയിൽ നമ്മള് മുഖം വരെ കണ്ടിട്ടില്ല പെൺകുട്ടികളുടെ, കാണില്ല. ചില ക്രിസ്ത്യൻസ് ആയാലും നോൺ മുസ്ലിംസ് ആയാലും ആരായാലും നമ്മുടെ മനസ്സിലൊരു ഗൾഫ് ചിത്രമുണ്ട്. ആളപ്പന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോഴും ഒരു ചിത്രം, അവരുടെ ഗ്ലാമറും ഗൾഫും ചോപ്പും കളറും. സൗദിയിൽ നിന്ന് അബുദാബി എയർപോർട്ട് വഴി തിരിച്ചു വന്നപ്പോഴാണ് വേറൊരു അപ്പോഴേക്ക് പിന്നെ 15 കൊല്ലം UAE-യിലാണ് നമ്മുടെ ജീവിതം. അതിന്റെ ഇടയിൽ അവിടെ നമ്മുടെ കോളേജിലുള്ളത് ഹമീദ്, ലിറ്റൻ, ജിജി കുറച്ചാൾ വന്നു, ബോബി വന്ന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേര് നാശാക്കി. ഞങ്ങളുടെ വീടിന്റെ കുറച്ചപ്പുറത്താണ്. കാരണം മാത്രം ഒരു പ്രത്യേക ജോബ് ഷെഡ്യൂള് ഗൾഫില്. അവിടെ എല്ലാവർക്കും 5 ദിവസം ജോലി, 2 ദിവസം. 5 ദിവസം ജോലി തന്നെ ഓഫീസിൽ പോവാ, അറബികളോ പണിയെടുക്കൂല. ബാക്കി 2 ദിവസം 2 ദിവസം വീക്കെൻഡ്, അല്ലെങ്കിൽ 6 ദിവസം ജോലി, 1 ദിവസം വീക്കെൻഡ്. ഇവന് 8 hours ജോബ്, അതാ മാക്സിമം ഉള്ളത്. ഇവനപ്പോ അതെ ഒരു 14 hours ജോബ് ഡെയിലി, 14 days 1 day വീക്ക് ഹോളിഡേ. ഒരു 13ാമത്തെ ദിവസം ആകുമ്പോ നമ്മള് വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരും. എന്റെ കാലത്ത് 6 മണി മുതൽ രാത്രി 11 മണി വരെ എന്നിട്ട് ഒരു ദിവസം മുഴുവനൊക്കെ തിന്നാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മതിയാക്കി നിർത്തി പോന്നു. പിന്നെ വളരെയധികം കമ്പനി ഉള്ളത് അൻവർ, വലിയ അൻവർ. കുടുംബമായിട്ട് വളരെ അടുത്തുപോയി. എന്റെ ബന്ധുക്കളിലും
അങ്ങനെ കണക്ഷനായി ഇവരായിട്ടും ബന്ധങ്ങളൊക്കെ ആയി. അല്ലല്ല കാരണം ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയിട്ട് അവിടെ നടക്കുമ്പോഴേ അൻവറിന്റെ കല്യാണം ആദ്യം കഴിഞ്ഞിരിക്കണം. അപ്പൊ സിമി അൻവറിന്റെ വൈഫാണ് ഒരു കുടുംബിനിയായിട്ട് അവിടെ വരുന്നത് ആദ്യം. അപ്പൊ നമ്മളെ കെമിക്കലിലെ ബാസ്കറ്റ്ബോൾ സാബു അവരൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമില്. അപ്പൊ ആകെ സിമി മാത്രമായിരുന്നു ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുന്ന ചെന്ന് കാണാൻ പറ്റുന്ന അവിടെ അങ്ങനെ തുടങ്ങി. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കൊല്ലമായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നാട്ടിലിങ്ങനെ നടക്കാം. 3 പ്രാവശ്യം വിസിറ്റിൽ പോയി വന്നു. അടുത്ത ആഴ്ച പോകണം. ഇവര് കൊണ്ടുപോകണം കുറച്ച് ദിവസം. അതെ അവര് മതിയാക്കി വിട്ടു. അവര് മതിയാക്കി ആ ഒരു 2 കൊല്ലത്തിൽ കൂടുതൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇവരിങ്ങനെ പ്രശ്നമില്ല. ബോറടിക്കുമ്പോൾ ഇവരിപ്പോ 4ാമത്തെ സ്കൂളിലായി, ഇവന് 5ാമത്തെ സ്കൂളിലായി. വലിയ കുട്ടിയില്ല. ബാഗ് പിന്നെ കുടുംബജീവിതം വളരെ സന്തോഷം. ടെൻഷനൊന്നുമില്ല. വളരെ സന്തോഷം. പ്രത്യേകിച്ച് പൈസക്ക് ബുദ്ധിമുട്ടില്ല. സന്തോഷമായിട്ട് ചിലത് നമ്മളെ കൺട്രോളിൽ കണ്ടതിലൊക്കെ വളരെ പുറത്ത് വെച്ച് കണ്ടാൽ മനസ്സിലാവാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ ഹാമിൻ കൃഷ്ണകുമാർ, ചെറിയ കൃഷ്ണനായി വായിക്കാല്ലായിരുന്നു. കാരണം കൃഷ്ണകുമാറിനെ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടപ്പോൾ രാഗത്തിന്റെ മുമ്പിൽ ഭയങ്കര ഡൗട്ട് വന്നു. സെയിം തന്നെ അടുത്ത ആള് അടിപൊളി. ഞാനിപ്പോഴും ഓർക്കുന്ന കാര്യം, ഞാൻ ദിവസം കൂടി റാലിക്ക് പോകട്ടായി. അന്ന് ഡെസ്ക് ബോർഡിന്റെ മുകളില് എഴുതിട്ടത് ഫിറോസ് ഓർക്കുണ്ടോ എനിക്ക് അറിയില്ല. എന്റെ ഒരു ബൈക്ക് വരച്ചിട്ട് ഫിറോസിന്റെയും എന്റെയും പടം വരച്ചു. എന്നിട്ട് ഇവരെ അവസാനമായി കാണേണ്ടവർ ഇന്ന് കാണുക, ഇന്ന് നാളെ കാണില്ല. അടുത്താരാണ്? ജയറാം. എവിടെ? ജയറാം.